തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയം, പുത്തരിക്കണ്ടം മൈതാനം, മണക്കാട് ഗേൾസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ഈദ്ഗാഹുകൾ നടന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിൽ PKK അഹമ്മദ് കുട്ടി മൗലവി നേതൃത്വം നൽകി. പുത്തരിക്കണ്ടം മൈതാനത്ത് മുജാഹിദ് ബാലുശ്ശേരി, മണക്കാട് സ്കൂളിൽ S കമറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. പാളയം പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ പാളയം ഇമാം മൗലവി ജമാലുദ്ദീൻ മങ്കട നേതൃത്വം നൽകി. മണക്കാട് വലിയ പള്ളി, സെൻട്രൽ ജുമാ മസ്ജിദ് തുടങ്ങിയ പ്രധാനപ്പെട്ട പള്ളികളിലെല്ലാം നമസ്കാരം നടന്നു. കൊച്ചിയിൽ പ്രധാനമായും കലൂർ സ്റ്റേഡിയത്തിലും മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിലുമാണ് ഈദ് നമസ്കാരത്തിന് സൗകര്യമൊരുക്കിയിരുന്നത്. എന്നാൽ രാവിലെ പെയ്ത കനത്ത മഴ കാരണം ഈദ്ഗാഹിലെ നമസ്കാരം പള്ളികളിലേക്ക് മാറ്റി. മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ തീരുമാനിച്ച നമസ്കാരം നടന്നത് കലൂർ മിസ്വ മസ്ജിദിലാണ്. ഇവിടെ നടന്ന നമസ്കാരത്തിന് ഇമാം യൂസഫ് ഉമരി നേതൃത്വം നൽകി. കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും മാറ്റിയ നമസ്കാരം സമീപത്തെ കലൂർ മസ്ജിദുൽ ഇമാം പള്ളിയിൽ ഇമാം ഷെരീഫ് അലി മേനഡിയുടെ നേതൃത്വത്തിൽ നടന്നു. ഈദ്ഗാഹുകളിൽ നിന്നും മാറ്റിയ നമസ്കാരം 8:30 ആരംഭിച്ചത്. സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യവും ഒരുക്കിയിരുന്നു. ഈദ് പ്രഭാഷണവും നമസ്കാരത്തിനു ശേഷം നടന്നു. വടകര നാരായണ നഗർ ഗ്രൗണ്ടിൽ നടന്ന സംയുക്ത ഈദ്ഗാഹിന് ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ T ആരിഫ് അലി നേതൃത്വം നൽകി. വടകര MLA CK നാണു, നഗരസഭാ ചെയർപേഴ്സൺ V രഞ്ജിനി ടീച്ചർ, തഹസിൽദാർ ജെനിൻ എന്നിവരും സന്നിഹിതരായി.